ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 45ൻ്റെ റിവ്യൂ ആണ്. എപ്പിസോഡ് 45 കണ്ടതിന് ശേഷം ഒരു ഇത്തിരി നേരം ഞാനിങ്ങനെ ആശയക്കുഴപ്പത്തിലിരുന്നു. എങ്ങനെയാണ് ഇതിന് റിവ്യൂ കൊടുക്കുക? എനിക്ക് ഒരു കണക്ഷൻ കിട്ടുന്നില്ല ഗെയിമിൽ. ആദ്യ ആഴ്ച ഒരു ഗെയിം, രണ്ടാമത്തെ ആഴ്ച വേറൊരു ഗെയിം, മൂന്നാമത്തെ ആഴ്ച വേറൊരു ഗെയിം, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യ ആഴ്ചയിൽ രതീഷിൻ്റെ ചില പ്രകടനങ്ങൾ, രണ്ടാമത്തെ ആഴ്ച രതീഷ് പോയതിന് ശേഷം റോക്കിയുടെ ചില പ്രകടനങ്ങൾ, അങ്ങനെ സിജോ റോക്കി തമ്മിലുള്ള ആ ഒരു ഇടിപ്പരിപാടി, അങ്ങനെ സിജോ പുറത്തേക്ക് പോകുന്നു. ഇതിനിടയ്ക്ക് യമുന റാണിയും നിഷാനെയൊക്കെ പുറത്തേക്ക് പോയതൊന്നും വലിയൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല, കംപ്ലീറ്റ്ലി വേറൊരു മൂഡാണ്. അതിനുശേഷം വൈൽഡ് കാർഡുകൾ വന്നു. വൈൽഡ് കാർഡുകൾ വന്നപ്പോഴത്തേന് ഒരു ഫ്രഷ് സീസൺ സ്റ്റാർട്ട് ചെയ്തതുപോലെ. അപ്പോൾ അതിനകത്ത് ഡൊമിനേറ്റ് ചെയ്യുന്നത് സിബിനൊക്കെ ആയിരുന്നു. അപ്പം സിബിനൊക്കെ ഇങ്ങനെ കളിച്ച് കയറി വന്നു. അത് കഴിഞ്ഞിട്ട് അത് സിബിൻ, ജാസ്മിൻ, ഗബ്രി എന്നിവരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നു. ജിൻഡോ മാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സിബിൻ, ജാസ്മിൻ, ഗബ്രി എല്ലാവരും കൂടെ ഒരൊറ്റ അടിക്ക് അങ്ങോട്ട് സൈഡാവുന്നു. വീണ്ടും ഗെയിം ഭയങ്കരമായിട്ടുള്ള പതിഞ്ഞ രീതിയിലേക്ക് പോകുന്നു. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാണ്. ഇപ്പോൾ പൂജ ഇന്നലെ പോയിരുന്നു. ജാസ്മിന് വല്ലാത്ത പനി, പകർച്ചപ്പനിയാണ്, അതുകൊണ്ട് സമ്പർക്കം പാടില്ല, ഒറ്റപ്പെടൽ സ്ട്രാറ്റജിക്ക് ഡോക്ടറും കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ ആളുകൾ പരാതിപ്പെടാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒറ്റപ്പെടാൻ പറ്റിയ ഒരു അവസരമാണ്. ബിഗ് ബോസ് തന്നെ സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ സിബിൻ്റെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്നുള്ളതാണ് ഞാൻ കേട്ടത്, ഇവിടെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പറയുന്നത് കേട്ടത്. കാരണം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടെ കെയർ കിട്ടേണ്ട ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് സിബിനെ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ സിബിൻ പുറത്താണ്. റസ്മിനാണെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്ത് പോയിട്ട് അകത്തേക്ക് വന്നതാണ്. ഈ പല ആൾക്കാരും പുറത്ത് പോയിട്ട് അകത്തേക്കൊക്കെ വരുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിന് തന്നെ ഇപ്പം ബാക്കിയുള്ള വ്യൂസിനെ പോലെ തന്നെയുള്ള ചില ഡൗട്ടുകളൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അവർക്ക് എന്തെങ്കിലും ഹിൻഡ് കിട്ടിയോ, അവർ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ വന്നത്, അപ്പോൾ അവർ ചിരിച്ചാലും കരഞ്ഞാലും മിണ്ടാതിരുന്നാലും ഒതുങ്ങിയിരുന്നാലും ഒക്കെ പല രീതിയിലുള്ള സംശയങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ, അങ്ങനെയുള്ളൊരു ചർച്ചയാണ് ഇന്ന് രാവിലെയൊക്കെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് പല രീതിയിലാണ് ആളുകളുടെ മൈൻഡ് പോകുന്നത്. അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഗെയിം പോകുന്നത്. അപ്പോൾ ഗെയിമിനെ ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. പല ആളുകളും പല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് പല ആളുകളും അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് പറയാതെ ഹൗസിലേക്ക് വന്നത്? ഇപ്പോൾ പൂജയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഡിസ്കിന് പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതത്ര സീരിയസ് ആയിട്ട് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ഇത്രയധികം ഫിസിക്കലി ഇൻപുട്ട് ഇടേണ്ട ഒരു ഗെയിമിലേക്ക് വരേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ കേൾക്കുകയുണ്ടായി. അപ്പം അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മൊത്തത്തിൽ മാറിയിട്ടൊക്കെയാണ് ഇങ്ങോട്ടേക്കൊക്കെ സാധാരണ ആളുകൾ വരാറുള്ളത്. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ സിബിൻ്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അത്രയധികം സ്ട്രെസ്സ് എടുക്കേണ്ട ഒരു ഗെയിമാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുന്നേ ഒരു ട്രോമയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേറൊരു പ്രശ്നമാണ്. ഇനിയിപ്പോൾ അത് വേറൊരു രീതിയിലേക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആളുകൾ പല തരമല്ലേ, പല രീതിയിൽ ആരാധകരുണ്ട്, അതേപോലെ തന്നെ ആരാധന തീരെ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും ഇപ്പം ലാലേട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് സിബിനാകെ ഡൗൺ ആയിപ്പോയി, അപ്പോൾ അങ്ങനെ ഒരാളെ മെൻ്റലി തളർത്തുന്ന ഒരു ഷോ ആയിട്ട് ഇത് മാറി. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഈ ഒരു സീസണിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ മൊത്തത്തിൽ ഒരു കണക്ഷൻ ഇല്ലാത്ത അവിയൽ പരുവും നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വൈൽഡ് കാർഡുകളിൽ സിബിൻ മാത്രമാണ് ആകെ ഒരു ചലനം ഉണ്ടാക്കിയത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവരുടെ കൂടെ അങ്ങോട്ട് സിങ്കായിപ്പോയി. ഇപ്പം നന്ദന, അഭിഷേക്, ശ്രീകുമാർ, അങ്ങനെയുള്ള ആളുകൾ വേറെ ഒരു രീതിയിലും നിലവിലുള്ള ഗെയിമേഴ്സിനെതിരെ ഒരു ഗെയിമും കളിച്ചിട്ട് വർക്കായില്ല. അവരെല്ലാം ജിൻഡോയ്ക്കെതിരെ കളിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും എത്തിയില്ല. അപ്പോൾ ഇന്ന് സിബിനും അതേപോലെ തന്നെ സായി എല്ലാം കൂടെ ഈ ജിൻഡോയ്ക്കെതിരെയുള്ള കളിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഡിലേ ആയിപ്പോയി അത്. ഇപ്പോൾ സിബിൻ പുറത്തേക്ക് പോയി, സായി ഒറ്റയ്ക്ക് ഇത് എങ്ങനെ കൂട്ടും എന്നുള്ളത് അറിയില്ല. സായി ആണെങ്കിൽ പല കാര്യങ്ങളുമായിട്ട് ജിൻഡോയുമായിട്ട് സഹകരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും ദിവസങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അപ്പം നോറ ആണെങ്കിൽ ഇടയ്ക്ക് ഒരു ഗെയിം കളിക്കുന്നുണ്ട്. നോറയ്ക്കാണെങ്കിൽ വേറെ ഒരാളുടെ സപ്പോർട്ട് കിട്ടുന്നില്ല. റസ്മിനെതിരേക്ക് ഒരു ഗെയിം കളിക്കുന്നു. പക്ഷേ റസ്മിനൊക്കെ നോമിനേഷനിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുറത്തേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. വേറെ ഗെയിമേഴ്സിൻ്റെ കൂടെ വരുന്ന സമയത്ത്, സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് പോലും സിമ്പിളായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ റസ്മിനെതിരെ ഒന്നും വലിയ ഗെയിമൊന്നും സ്കോപ്പില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഗെയിമാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്. ഇന്ന് രാവിലെ ലൈവൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഫണ്ണായിട്ട്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള കുറച്ച് ഗെയിമുകളുണ്ടായിരുന്നു. മറ്റേ കാലിൽ ബലൂൺ കെട്ടിവെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി പൊട്ടിച്ച് ആ ഒരു ഗെയിം നല്ലൊരു ഗെയിമായിരുന്നു, നല്ല രീതിയിൽ ആസ്വദിച്ചു. മറ്റേ ഈ ടവർ ഉണ്ടാക്കുക, അവിടെ നിരന്നെടുക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ടവർ ഉണ്ടാക്കുക, മറ്റേ പവർ റൂമിലേക്ക് കയറുന്നതിൻ്റെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ളത്, അതും വളരെ രസകരമായിരുന്നു. നല്ല യുദ്ധമാണ്, എന്നാലും അതിനകത്തൊരു രസം ഉണ്ടായിരുന്നു. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെ ഒരു അഭാവം ശ്രദ്ധയിൽ പെടുന്നത്. ജാസ്മിൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിം അങ്ങനെ നടക്കില്ല.
അതിനകത്ത് ചുമ്മാ അനാവശ്യമായിട്ടുള്ള ഭീഷണിയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രൊവോക്കിങ്ങും വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ സമാധാനപരമായിട്ട് പോയി. ഇപ്പം സായിയുടെയൊക്കെ ഒരു ടീം, അഭിഷേക്, ശ്രീകുമാർ, അങ്ങനെയുള്ളവർ ഭയങ്കര അഗ്രസീവായിട്ടാണ് ഗെയിമിനെ സമീപിച്ചത്. അപ്പോൾ അവർ സോറി പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്സരയൊക്കെ അടിച്ചതിൽ വീഴുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. വൈകിട്ട് അണ്ടാക്ഷരി ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ രസകരമാണ്. ഇപ്പോൾ ഗെയിമിൻ്റെ ഫോർമാറ്റിൽ നിന്ന് മൂഡ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ ബിഗ് ബോസ് പറയുന്ന അദ്ദേഹത്തിൻ്റെ മോഡുലേഷൻ പോലും വല്ലാതെ മാറുന്നുണ്ട്. കാരണം കണ്ടസ്റ്റൻസ് വല്ലാതെ ഡൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയ്ക്ക് തമാശയൊക്കെ പറഞ്ഞ് വേറൊരു മോഡൊക്കെ പിടിച്ചിട്ടാണ് ഇവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേന് നാളത്തെ എപ്പിസോഡ് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയൊക്കെ പോയി. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയാനൊരു താല്പര്യമില്ല. മറ്റേത് കണക്ഷൻ ഉണ്ടല്ലോ ഗെയിമിന്. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാപ്റ്റൻസിയാണ്. അപ്രിസിയേഷൻ കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ സിബിനൊക്കെ സൈഡായതുകൊണ്ടാണ്. വേറെ അലമുണ്ടാക്കാനായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. അതേപോലെ തന്നെ പവർ ടീമിന് മറ്റേ കോർട്ട് പരിപാടി കിട്ടിയിട്ടുള്ളതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കോർട്ടിലേക്ക് പിടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ശ്രീധുവിന് ഹൗസ് ഡ്യൂട്ടീസൊക്കെ ഒന്ന് മര്യാദയ്ക്ക് മാനേജ് ചെയ്താൽ മതി. ഈ വയ്യാത്ത ആൾക്കാരെ വെച്ചിട്ട് ഈ ഒരാഴ്ച മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് വലിയ പാടൊന്നുമില്ല. എന്നാലും ശ്രീധു സംസാരിക്കുന്നത്, ഇപ്പോൾ ജിൻഡോയോടൊക്കെ സംസാരിക്കുന്നത് ഒരു ക്യാപ്റ്റൻ എങ്ങനെ സംസാരിക്കണം എന്ന് കാണിച്ചു തരുന്ന ഒരു രീതിയിലേക്കാണ്. ജിൻഡോ പല കാര്യങ്ങളും പറഞ്ഞ് ക്യാപ്റ്റനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അത് ഞാൻ നോക്കിക്കോളാം, അത് അപ്പം പറയണമായിരുന്നു, ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള പലതും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ജിൻഡോയുടെ ഒരു പരിപാടി അറിയാമല്ലോ. ജിൻഡോ ഏതെങ്കിലും ഒരു തരത്തിൽ ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മറുചോദ്യമാണ് വരുന്നത്, ഉത്തരവില്ല, അല്ലെങ്കിൽ ഒരു സോറി ഇല്ല, മറുചോദ്യമാണ് വരുന്നത്. അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന മറുചോദ്യങ്ങളാണ് വരുന്നത്. കിച്ചൺ ക്യാപ്റ്റനായ ജിൻഡോ മോർണിംഗ് കോഫിയൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെയധികം മടി കാണിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്യാപ്റ്റനെ മാറ്റുന്ന പരിപാടികളൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. അൻസിബ ആ ഒരു സ്ഥാനം ഏറ്റെടുത്തു. ഈ അപ്സരയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വളരെ നേരത്തെ ആത്മാർത്ഥതയോടെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. കിച്ചൺ ക്യാപ്റ്റൻ്റെ ആ ഒരു നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രവർത്തനത്തെ ചോദ്യം ചെയ്ത ശ്രീധുവിൻ്റെ മുൻപിലേക്ക് ജിൻഡോ വേറെയും പല ക്വസ്റ്റ്യൻസ് ഇടുകയാണ്. എന്തുകൊണ്ട് അത് ചോദിച്ചില്ല, എന്തുകൊണ്ട് ഇത് ചോദിച്ചില്ല. ഏതായാലും ശ്രീധു പറഞ്ഞ അവസാനം അടുക്കളക്കാരൻ്റെ പണിയെടുത്താൽ മതി എന്നുള്ള റോളിലേക്കൊക്കെ ആയിപ്പോയി ജിൻഡോയോട് പറഞ്ഞത്. ഇതിനിടയിലെല്ലാം മറ്റേ നമ്മുടെ സായി ചൂലൊക്കെ ആയിട്ട് നടപ്പുണ്ട്. വന്നപ്പോൾ തൊട്ട് ഫ്ലോർ ക്ലീനിങ് പരിപാടിയാണ്. സായിയുടെ ഗെയിം എന്താണെന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല, വേറെ ഒന്നുമില്ല. കാരണം ജിൻഡോയ്ക്കെതിരെ കളിക്കാനായിട്ട് സായിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. സായിക്ക് അതിനൊരു കൂട്ട് വേണം. മെൻ്റലി അൺഫിറ്റാണ് സിബിൻ. അപ്പം സിബിനെ പ്രതീക്ഷിച്ച് ഉള്ള ഒരു ഗെയിമായിരുന്നു ഋഷിക്കും സായിക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് സിബിൻ്റെ ഒരു മാറി നിൽക്കൽ ശരിക്കും പണിയാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലാണ് വലിയൊരു പ്രശ്നം ഉണ്ടായത്. മോർണിംഗ് ആക്ടിവിറ്റിയെ കുറിച്ചിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടസ്റ്റൻസിന് ഒരു ബേസിക് സ്വഭാവമുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള, അവരോട് പറയുകയാണ്, നിങ്ങൾ കണ്ടിട്ടുള്ള ഇവരുടെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നുണ പറയുക. ഇപ്പം ഒരു കണ്ടസ്റ്റൻറ്റിനെ കാണുന്ന സമയത്ത് അയാൾ നല്ലവനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ വളരെ മോശമാണ്, അയാൾ ഇന്നൊരു കാര്യം ചെയ്തു എന്നുള്ള നുണ പറയുക. അതാണ് മോർണിംഗ് ആക്ടിവിറ്റി. അതിൽ ഏറ്റവും വലിയ നുണ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കിയത് ജിൻഡോ ആണ്. ജിൻഡോ പറഞ്ഞത് ഒരു നുണയാണ് എന്നുള്ളതാണ് ജിൻഡോ അവകാശപ്പെടുന്നത്. റസ്മിൻ, മറ്റേ ശ്രീധു, അർജുൻ, അതേപോലെ തന്നെ ഗബ്രി, ജാസ്മിൻ എന്നിവർക്ക് കത്ത് കൊടുത്തു. അപ്പം അവരുടെ ആ ഒരു കോംബോയുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു. അർജുൻ ശ്രീധു കോംബോ സൂപ്പറാണ്, മുന്നോട്ടേക്ക് പോവുക. ഗബ്രി അതേപോലെ തന്നെ ജാസ്മിൻ കോംബോയിൽ ചെറിയ സീനൊക്കെ ഉണ്ട് എന്നുള്ളതായിരുന്നു ആ ഒരു കത്തിൽ എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മുടെ ജിൻഡോ പറയുന്നത്. കള്ളമാണല്ലോ, എന്ത് വേണേലും പറയാം. അപ്പോൾ ഇത് ശരിക്കും അവരെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട്. റസ്മിൻ അതിനുശേഷം പഴയ ഒരു പ്രശ്നം കോർട്ടിലേക്ക് എടുത്തിടുകയാണ്. അത് റസ്മിൻ പുറത്തു പോയ സമയത്ത് ഹിൻഡ് കിട്ടി, റസ്മിൻ അതുകൊണ്ട് കളി മാറ്റി, നെഗറ്റീവ് ആണെന്ന് പുറത്തു നിന്ന് അറിഞ്ഞു എന്നൊക്കെ ജിൻഡോ അർജുനോട് പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. ജിൻഡോ അർജുനോട് അത് അങ്ങനെ പറയുന്ന സമയത്ത് റസ്മിൻ ഉദ്ദേശിക്കുന്നത്, പറയുന്നതിനകത്ത് ന്യായമുണ്ട്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോടുള്ള വിശ്വാസ്യത ആളുകൾക്ക് കുറയും. അതേപോലെ തന്നെ ബിഗ് ബോസിനോട് കാണിച്ചത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ്. ബിഗ് ബോസിൻ്റെ ഒരു പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്, അതൊക്കെ പാലിച്ചാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുപോയത്. പുറത്തുള്ള ഒരു കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല, ആരും നമ്മളോട് വേറെ ഒന്നും സംസാരിക്കില്ല, അസുഖപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, ഫോൺ കിട്ടില്ല എന്നീ കാര്യങ്ങളൊക്കെ റസ്മിൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളെ കണ്ണ് കെട്ടി പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കാറിൽ ചെല്ലുന്ന സമയത്ത് മാത്രമാണ് കണ്ണ് ഒന്ന് തുറക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്നൊക്കെ ജിൻഡോയോട് പറയുന്നു. പക്ഷേ ജിൻഡോയോട് ആ ഒരു കാര്യം പറയുന്ന സമയത്ത് ജിൻഡോ മറു ചോദ്യമാണ് അവിടെയും ചോദിക്കുന്നത്. കണ്ടസ്റ്റൻസിൽ പല ആളുകളും ജിൻഡോ പറഞ്ഞ കാര്യം കേൾക്കാത്തതുകൊണ്ടും അർജുൻ മാത്രമാണ് കേട്ടത് എന്നതുകൊണ്ടും അത് വലിയൊരു രീതിയിലേക്ക് പോയില്ല, ഒരു ശിക്ഷാ നടപടിയിലേക്കൊന്നും പോയില്ല. അപ്പോൾ ഗബ്രി ചേട്ടായി അവിടെ പറയുകയുണ്ടായി, ഒരു ക്ലാരിറ്റി കൊടുക്കുക എന്ന് പറയുന്നൊരു ഉദ്ദേശം മാത്രമേ നമുക്ക് ഇതിനകത്തുള്ളൂ.
അത് കുഴപ്പമൊന്നുമില്ല. അതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു കണ്ടന്റ്. ഈ ഒരു കോർട്ട് ആക്ടിവിറ്റിക്കിടയിൽ മറ്റേ ബർത്ത്ഡേ ഫോട്ടോയുടെ കാര്യം നോറ എടുത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നോറ എങ്ങനെ ഈ ഒരു കാര്യം അറിഞ്ഞു എന്നുള്ള ഒരു ചർച്ചയൊക്കെ പുറത്ത് കാര്യമായിട്ടുണ്ടാവുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഒരു ഗെയിമാണ്. ഇവരെല്ലാം മുന്നേ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങടേക്ക് വന്നത്. ഇതിനകത്ത് ആരും മിടുക്കന്മാരല്ല എന്നുള്ളത് നമ്മൾ വീണ്ടും പറയേണ്ടതുണ്ട്. അവർ പ്ലാൻ ചെയ്തു, പക്ഷേ ആ പ്ലാൻ വർക്കൗട്ട് ആയതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം നോറ ആൻഡ് ജാസ്മിൻ, പിന്നെ നോറ ആൻഡ് ജാസ്മിൻ മാത്രമല്ല, റസ്മിൻ, അതേപോലെ തന്നെ ജിൻഡോ, ഇവരൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഉറപ്പിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഹൗസിൽ നിന്ന് മനസ്സിലായതല്ലേ. പക്ഷേ ഇവരെല്ലാവരും ആഫ്റ്റർ ഓൾ ഇതൊരു ഇൻഡിവിജ്വൽ പ്ലേ ആണ്. ഇവരെല്ലാവരും സ്വലാഭം നോക്കിയ സമയത്ത് ഇവരുടെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ജിൻഡോയ്ക്ക് ഓൾറെഡി ഒരു PR ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജിൻഡോയ്ക്ക് ഒരു ആശാനുണ്ടല്ലോ. അപ്പോൾ ആശാൻ്റെ പുസ്തകത്തിലെ കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഈ കൂട്ടം കൂടി പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇവർക്കെതിരെയുള്ള പ്ലാനും ഒക്കെ ആയിട്ടാണ് ജിൻഡോ വന്നത്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിരുന്നു. അതൊക്കെ വ്യക്തമാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ വ്യക്തമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായിരുന്നു. അതിനുശേഷം മറ്റേ സിബിനൊക്കെ ആയിട്ട് ജിൻഡോ പറയുന്നുണ്ട് അവരെന്തോ കൈമാറുന്നുണ്ട്, രഹസ്യങ്ങൾ കൈമാറുന്നുണ്ട്. അപ്പം സിബിൻ പറയുന്നുണ്ട് റസ്മിനാണ് എല്ലാ ആൾക്കാരുടെയും മെസ്സഞ്ചർ. ഈ സമയത്ത് തന്നെയാണ് സിബിനും സായിയൊക്കെ ജിൻഡോയുടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സിബിൻ പറയുന്ന ഒരു കാര്യം കറക്റ്റാണ്, ജിൻഡോയ്ക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ജിൻഡോയെ വിട്ട് കളിച്ചാൽ മതി. അപ്പോൾ ജിൻഡോയുടെ പുറകെ നിന്ന് കളിച്ചാലും കാര്യങ്ങൾ നടക്കും. ജിൻഡോ എല്ലാത്തിനകത്തും പോയി ചാടിക്കോളും, ജിൻഡോ പോയി കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കോളും. അപ്പോൾ ഇവർക്ക് ഗെയിം കളിക്കാൻ പറ്റും. ഏതായാലും അതിനുശേഷം സിബിനെ പുറത്തേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ സിബിനെ പുറത്തേക്ക് മാറ്റുന്ന സമയത്തും എന്താണെങ്കിലും കേൾക്കാൻ പറ്റുന്ന ചില അപവാദങ്ങൾ ഉണ്ടായിരിക്കും. അയാൾ പുറത്തേക്ക് പോയിട്ട് ഒന്ന് റിക്കവറായി വരുന്ന സമയത്ത് ഒന്ന് ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കോൺഫിഡൻസ് മുഖത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ വീണ്ടും ബിഗ് ബോസിനെതിരെ തിരിയും. ഇപ്പം എല്ലാ ആളുകളെയും പുറത്തു കൊണ്ടുപോയി ഹിൻഡ് കൊടുക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ഒരു സൈക്കോ ആനന്ദം എന്നുള്ള രീതിയിലാണ് പല റിവ്യൂവേഴ്സും പ്രേക്ഷകരും അതിനെ നോക്കിക്കാണുന്നത്. അതിനുശേഷം പവർ ടീമിലേക്ക് കയറാൻ പറ്റുന്ന ചലഞ്ചിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു പവർ ടവർ. അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ കുറേയധികം ടവർ നിർമ്മിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നിരത്തിയിട്ടിട്ടുണ്ട്. അത് ആടിക്ക് ഒരു ടവർ പോലെ ആക്കുന്നു. അത് ഇത്ര നേരം അതേപടി നിലനിർത്തണം, ആർക്ക് വേണമെങ്കിലും തട്ടിയിടാം, നിലനിർത്തണം. അങ്ങനെ ബസ് അടിക്കുന്ന സമയത്ത് നിലനിർത്തിയിട്ടുള്ള ആളുകൾക്ക് പോയിന്റുകൾ കിട്ടും. അങ്ങനെയാണ്. അപ്പം ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ടവറുകൾ തല്ലിയിടാനായിട്ടും ഇടിച്ചിടാനായിട്ടും ഒക്കെയുള്ള ശ്രമങ്ങളാണ്. ജിൻഡോയൊക്കെ ആൾക്കാർ എടുത്ത് തൂക്കി എറിയുന്നുണ്ട്. പണ്ട് അനിയമിതും പറഞ്ഞതുപോലെ ഞാനെൻ്റെ ശക്തി ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്, തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അവൻ ഇല്ലാതാവും എന്നുള്ളതുകൊണ്ടായിരിക്കാം ജിൻഡോ വളരെയധികം കൊള്ളുന്നത് നമുക്ക് കാണാം. പക്ഷേ ജിൻഡോ എടുത്ത പണിക്കുള്ള റിസൾട്ട് ഉണ്ട്. അങ്ങനെ മല്ലയുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഡെന്ന് വിജയിക്കുന്നുണ്ട്. ജിൻഡോ കുറച്ച് കഷ്ടപ്പെട്ടാലും അവർക്ക് അവിടെ 2 പോയിന്റുകൾ കിട്ടി. അതിനുശേഷം ആ ഒരു ഗെയിമിൽ അപ്സര വീണതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടക്കുകയും അവിടേക്ക് അഭിഷേക്, ശ്രീകുമാർ, സായി എന്നിവർ വന്ന് സോറി പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ചിട്ട് ഋഷിയും അതേപോലെ തന്നെ ശ്രീരേഖയൊക്കെ പറയുന്ന ഒരു കാര്യം പകൽ കേട്ടിരുന്നു. ഇപ്പോൾ വന്നപ്പോഴത്തെ അഭിഷേകല്ല, ഇപ്പം അഭിഷേകിനൊന്നും താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ അഭിഷേകിനെ വന്ന സമയത്ത് എങ്ങനെയാണ് നോക്കി കണ്ടത്, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ആൽഫ മുയൽ. എന്നാൽ പുള്ളിക്കാരൻ അതെല്ലാം വിട്ടു, ഭയങ്കര നൈസായിട്ട് മനുഷ്യന്മാരുമൊക്കെ ആയിട്ട് ഇടപെട്ട് ഒരു രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുറത്ത് കാര്യമായിട്ട് തന്നെ ഫാൻസിൻ്റെ ഇടിവുണ്ട്. പഴയ പോലെ അദ്ദേഹത്തിന് PR വർക്കുകളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ പിൻവാങ്ങി. ജാസ്മിനുമായിട്ട് സമ്പർക്കം വേണ്ട എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ഒറ്റയ്ക്ക് ഒരു കട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ റൂമിൽ ബാക്കിയുള്ള ആൾക്കാർ കിടക്കണമല്ലോ അല്ലേ. എന്താണോ വേറെ എന്തെങ്കിലും അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും, അത് ലൈവ് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. ഗബ്രി തൻ്റെ കൂട്ടുകാരിക്ക് പനി പിടിച്ചതുകൊണ്ട് അവിടേക്ക് വേണ്ട കെയറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ കെയറൊക്കെ കൊടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഗബ്രി കൂട്ടുകാരിക്ക് കെയർ കൊടുത്ത് കേട്ട നമുക്കാണ് പണി കിട്ടിയത്. ഇനിയിപ്പോൾ വാരണായിരം സിനിമയിലെ ഡയലോഗൊക്കെ കേൾക്കുന്ന സമയത്ത് ഗബ്രിയുടെ മുഖം വരും, കംപ്ലീറ്റ് മൂഡ് പോകും. ഇതിനുശേഷമാണ് മറ്റേ അണ്ടാക്ഷരി പോലത്തെ ടാസ്ക്, നിമിഷകവി ടാസ്ക്. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തത് എങ്ങനെ ആളുകൾ കളിക്കും, ശ്രീരേഖയ്ക്ക് മാത്രമേ അങ്ങനെ പെട്ടെന്ന് സ്പോട്ടിൽ പാട്ടുണ്ടാക്കാൻ കഴിയൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എല്ലാ ആൾക്കാരും നൈസായിട്ട് ചെയ്യുന്നുണ്ട്. അപ്സരയ്ക്ക് ആ ഒരു ട്രാൻസിഷൻ പിടിച്ചത് എന്ത് നൈസായിട്ടായിരുന്നു. അതേപോലെ തന്നെ സായി, അവരൊക്കെ നൈസായിട്ട് അത് പിടിച്ച് നല്ല രസമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മധുരം കൊടുക്കുന്ന ബിഗ് ബോസിനെ നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും ഇന്നത്തെ ലൈവ് എപ്പിസോഡും എല്ലാം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. അത് വേറൊന്നും കൊണ്ടല്ല, സാധാരണ പ്രേക്ഷകർ നിങ്ങളെല്ലാവരും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിതിൻ്റെ റിവ്യൂ ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് എന്താണിത് പറയേണ്ടത്, ഇതിനകത്ത് എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒന്നുമില്ലായ്മ ഫീൽ ചെയ്യും. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നാളെ ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ലൈവ് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇന്ന് ഞാൻ തന്നെ മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. നന്ദി.